ഉർവശി ചേച്ചിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഏത് പോയിന്റിലാണ് തീരുമാനിക്കുന്നത്? വീട്ടിൽ പോണ്ട് പോയിന്റ് എത്രേ ഉള്ളൂ, നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമ്മള് അല്ല അത് തന്നെ, ഒറ്റ വണ്ടി മതി, വന്നില്ലേ പിടിച്ചിറക്കിക്കൊണ്ട് പോകാം. നമ്മുടെ ട്രെയിലർ കണ്ടിട്ടേ ചിരിയാണ്. കാരണം ആദ്യത്തെ ഷോട്ടിലെ നവരസങ്ങൾ മുഴുവൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യമായിട്ട് ഈ പോസ് ചെയ്യുമ്പോൾ അതിന്റെ ചന്തമൊന്നും ഇവർക്ക് അറിയത്തില്ല. ടെൻഷനും ഉണ്ട്. വളരെ പാടുപെട്ടു നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന് അത് കിട്ടാൻ. എല്ലാവർക്കും ജഗദമ്മയെ മനസ്സിലാവും. ജഗദമ്മയെ നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഉർവശിക്ക് പറ്റിയ ജഗദമ്മയെ ഒന്ന് മോൾഡ് ചെയ്തെടുത്ത ഉർവശിയാക്കാം. കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട് ജഗദമ്മയ്ക്ക് ചുറ്റും. പക്ഷെ ജഗദമ്മ എന്നും ഒറ്റയ്ക്കാണ്. ഒപ്പം തന്നെ ഒരു പലിശക്കാരി കൂടിയാണ് ഈ ജഗദമ്മ എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നാൽ വായിച്ചതാ ഞാൻ. മുതല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ട്രെയിലർ അതെ, ട്രെയിലർ കണ്ടിട്ടുണ്ട്. എല്ലാം ഒരു പഞ്ചായത്തിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട്. എല്ലാം പഞ്ചായത്ത് സിനിമ എന്ന് വെച്ചാൽ പഞ്ചായത്തിലെ സിനിമ. പിന്നെ ഉർവശിയുടെ വീട്ടിൽ നിന്നൊരു ഭൂങ്കാര ശബ്ദം, അതായിരിക്കും ആദ്യം. ഉർവശി ഇങ്ങനെ ഇരിക്കുന്നൊരു പടം ഇടും, ഈ കുക്കറിന്റെ അടപ്പൊന്ന് തെറിച്ചതോ വല്ലതും ആയിരിക്കും, അത് അവസാനം എഴുതും എന്ന് പറയുന്നത് പോലെ ഇത് നിങ്ങളെ നമ്മൾ കേട്ടണ്ടേ തിയേറ്ററിൽ. ചേച്ചി എങ്ങനെയാണ് ആക്ട്രസ്? എന്റെ പടത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവുകയും വരികയും ചെയ്യുന്നത്. ഇതൊന്നും എന്റെ പെണ്ണും പിള്ള എങ്ങനെ ഇരിക്കുന്നത് ചോദിക്കാവോ? ചക്കിക്കൊത്തൊരു ചങ്കരൻ ഭയങ്കര പെർഫെക്റ്റ് ആയ കപ്പിൾസ് ആണ് അല്ലേ? അത് കേട്ടായിരുന്നല്ലേ? എന്താ ഒരു പിന്നെ ഒരു സംശയം വീണ്ടും ചോദിച്ചത്? അല്ല, ഞാനത് ബാക്കി കൂടി പറയാറുണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ ബയോളജി ഒക്കെ തന്നെ കേട്ടോ, ഇത്രേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു, അയ്യോ ചേച്ചി ഇത്രയും കരഞ്ഞ് ഒരു സിനിമയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഭയങ്കര സങ്കടമായി എന്ന് എല്ലാവരും. എൻ്റെ മ്യൂസീഷ്യൻ്റെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ആരെയും കരയിപ്പിക്കരുത്. കാരണം കരയാൻ വീട്ടിൽ തന്നെ ആവശ്യത്തിന് കരയാൻ ആവശ്യമുണ്ട്, പിന്നെ ഇതും കൂടെ തിയേറ്ററിൽ പോയി കരയിപ്പിക്കണ്ട. നീ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ അത് നിന്നെ പറ്റിക്കുകയാണെന്നുള്ളത്. ഞങ്ങളുടെ കഴിഞ്ഞ സംസാരിച്ചപ്പോൾ നിനക്ക് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ നായിക പറയത്തില്ല എന്നെ ഇങ്ങനെ ചതിച്ചോന്ന് ചോദിക്കും. പിന്നെ ഇതുവരെ മനസ്സിലായില്ല നമുക്ക് ചതിക്കുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും കമന്റ് പറയുമ്പോൾ നിൽക്കി ഇത് കാണട്ടെ, അവർ പറയുന്ന കേക്ക്. പണ്ട് ഞാൻ അച്ഛൻ ടി വി കാണുമ്പോൾ ശ്രീരാമൻ ജയിക്കട്ടെ, പിന്നെ ശ്രീരാമൻ പരീക്ഷ എഴുതിയിരിക്കുമല്ലേ, ശ്രീരാമൻ ജയിക്കാൻ ഇങ്ങനെ പറയുന്നത്. ഇനി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കൂടെ കമന്റ് വരയ്ക്കും. അന്തം വിട്ടവൻ എന്തും ചെയ്യും. ആ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചത്. എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ജീവിക്കാൻ തത്രപ്പാട് പെടുന്ന ഒരു സ്ത്രീ അവർക്ക്. നമസ്കാരം. ഒരു പാൻ പഞ്ചായത്ത് സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം എത്തിയിരിക്കുന്നത്. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉർവശി ചേച്ചിയും ഈ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും അതിലുപരി ഉർവശി ചേച്ചിയുടെ ഹസ്ബൻഡുമായ ശിവാസേട്ടനുമാണ്. നമസ്കാരം, ജനത്തിലേക്ക് സ്വാഗതം. ഒരു പാൻ പഞ്ചായത്ത് പടം, പാൻ ഇന്ത്യൻ പടങ്ങൾ ട്രെൻഡിങ് ആയ കാലത്താണ് പാൻ പഞ്ചായത്ത് ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണോ? അതെ, ആണ്. പാൻ പഞ്ചായത്ത് സിനിമ എന്ന് വെച്ചാൽ പഞ്ചായത്തിലെ സിനിമ, അത്രേ ഉള്ളൂ. അതെല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ആണ്. ഇപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രാമം, നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള കുറെ ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന കുറച്ച് രസകരമായ സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജ് എന്റർടൈനർ ആയിട്ടാണോ എത്തിയിരിക്കുന്നത്? വില്ലേജ്, പിന്നെ അതിനെ നമ്മൾ പാൻ പഞ്ചായത്ത് സിനിമ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ കാണിക്കാൻ പറ്റത്തില്ല. ഈഫൽ ഗോപുരം കാണിച്ചാൽ അവർ അടി തരും പ്രേക്ഷകർ. അപ്പം നമ്മൾ പഞ്ചായത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഉഷാറാക്കും. ഓക്കെ, അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചോദ്യം, എന്റെ സംശയമാണ് ഈ 7ാം ക്ലാസ് ബി. അപ്പോ എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ആയത് ടിൻഡുമോൻ UKGB എന്നുള്ളതിനോടാണ്. എന്താണ് ഈ ബി? 7ാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്നും കൂടെ ഉണ്ട്. അവിടാണ് പ്രശ്നം. ഈ 7ാം ക്ലാസ്സിൽ എന്തോന്ന് സ്റ്റേറ്റ് ഫസ്റ്റ്. അപ്പൊ സിനിമ ഇഷ്ടപ്പെടുന്നതല്ലേ കുട്ടി? ആണ്. അപ്പൊ നമുക്ക് ഒരു ഇച്ചിരി കാശ് കിട്ടി, തിയേറ്ററിൽ പോയി കണ്ടോളൂ. എന്താ ഇത് ക്ലിയർ ചെയ്യാൻ പോകണമല്ലോ. നിങ്ങൾ ഇതിനകത്ത് എഴുതത്തില്ലേ? നമ്മൾ ഇതിനകത്ത് എഴുതാറുണ്ട്. നമുക്ക് ന്യൂസ് പെട്ടെന്ന് ആൾക്കാർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉർവശിയുടെ വീട്ടിൽ നിന്നൊരു ഭൂങ്കാര ശബ്ദം, അതായിരിക്കും ആദ്യം. ഉർവശി ഇങ്ങനെ ഇരിക്കുന്നൊരു പടം ഇടും. ഇത്തിരി കഴിഞ്ഞിട്ട് ന്യൂസ് ഭൂങ്കാര ശബ്ദം കേട്ടു, പോലീസ് വന്നു. പോലീസ് വരാൻ പോയതേ ഉള്ളൂ, വന്നില്ല. വേറൊന്നുമില്ല, കുക്കറിന്റെ അടപ്പൊന്ന് തെറിച്ചതോ വല്ലതും ആയിരിക്കും, അത് അവസാനം എഴുതും എന്ന് പറയുന്നത് പോലെ ഇത് നിങ്ങളെ നമ്മൾ കേട്ടണ്ടേ തിയേറ്ററിൽ. ഒരു ഏർപ്പാട്. അത് നിങ്ങൾക്ക് അതിന് അർത്ഥം കിട്ടിയില്ലെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഞാൻ തരും.
അത് കണ്ടാൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമ്മൾ കുട്ടികൾ സാധാരണ പറയുമ്പോൾ അങ്ങനെ ഈ ഇതും കൂടെ ഡിവിഷനും കൂടെ ചേർത്തല്ലേ പറയത്തുള്ളൂ. കുട്ടികൾ പറയുന്നത് ചോദിച്ചാൽ 4th A LKG B C എന്നൊക്കെ പറയും. അതുപോലെ ഇനീഷ്യൽ പറയും കുഞ്ഞുങ്ങളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എൽ ജഗദമ്മ. അതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ പോലും അലേർട്ടാണ്. സ്വന്തം അച്ഛൻ്റെയോ അല്ലെ അമ്മയുടെയോ പേരും കൂടെ ചേർത്താണ് അത് പറയുന്നത്. അത് അവൻ അലേർട്ടാണ്. അത്ര ബുദ്ധിക്കുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ ഇത്തിരി രസമായിട്ട് എടുക്കുന്നെന്നുള്ളേ ഉള്ളൂ. എൽ ജഗദമ്മ 7ാം ക്ലാസ് B. അല്ല, ജഗദമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയോ പറയുകയും ചെയ്തു, ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ലോകത്തിലെ ഏറ്റവും നല്ല പേര് ജഗത്തിൻ്റെ അമ്മയെന്നാണ് പറഞ്ഞത്. അതിൽ കൂടെ എന്താ ഒരു സ്ത്രീക്ക് വേണ്ടത്? രോമാഞ്ചജനകരാവണം സ്ത്രീകൾ ആ പേര് കിട്ടുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആൻറ്റി ചങ്ങനാശ്ശേരിയിൽ, ജഗദമ്മ ആൻറ്റിയുടെ ഒരു റെഫറൻസ് കൊണ്ട് ആൻറ്റിയുടെ ഇതുമായിട്ടൊന്നും ഈ ക്യാരക്ടറിന് ബന്ധമില്ല. പക്ഷെ എനിക്കിഷ്ടമുള്ളവരുടെ പേര് സിനിമയിൽ എനിക്ക് ഇടുന്നത് വലിയ ഇഷ്ടമാണ്. ഓക്കെ, ശിവാസേട്ടൻ ഉർവശി ചേച്ചിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഏത് പോയിന്റിലാണ് തീരുമാനിക്കുന്നത്? വീട്ടിൽ ഇരിപ്പുണ്ട്. പോയിന്റ് എത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമ്മള് അല്ല അത് തന്നെ അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ലീഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഏത് ആർട്ടിസ്റ്റ് ആയാലും സമയപരിധി അവർക്ക് വളരെ കുറവാണ്. ഒരുപാട് പടങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഗേറ്റിംഗ് പോയി ബെല്ലടിച്ചല്ലേ മാനേജേഴ്സിനെ വിളിച്ച് ചോദിച്ച് സമയം ചോദിച്ച്, അപ്പോൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ചോദ്യം കൊണ്ട് അതിൻ്റെ മറുപടി പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇത് നമ്മുടെ അടുക്കളയിൽ നോക്കുമ്പോൾ അവിടെ ഉണ്ട്, ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ അവിടെ ഉണ്ട്, ബെഡ്റൂം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനു കൂടുതൽ ടെൻഷൻ അടിക്കണം? അപ്പോൾ ഉർവശി ചേച്ചിയെ കണ്ടിട്ടാണോ ജഗദമ്മ എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തതോ? അല്ലല്ല, അത് നമ്മൾ സീരിയസ് ആയിട്ട് വന്നത്. അത് യാദൃച്ഛികമായിട്ട് വന്നത്. ഞങ്ങൾ ഒരു 10-12 വർഷം മുമ്പേ ഞാൻ പിന്നെ ചെറുപ്പകാലത്ത് തന്നെ ഇഷ്ടംപോലെ എനിക്ക് സിനിമ ഒരു പാഷനാണ്, വളരെ ഇഷ്ടമാണ് എനിക്ക് സിനിമ. നമ്മളൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇവളുടെ സഹോദരൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവനും ഞാനും കൂടെ പല ആൾക്കാരിരിക്കുക, ഡയറക്ടേഴ്സ്, ഹീറോസിൻ്റെ ഇരിക്കുക ഒക്കെ പോയിട്ടുണ്ട് കഥ പറയാൻ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അവർക്കൊക്കെ സമയമില്ലാത്തതോ നമ്മുടെ കഥയുടെ ക്വാളിറ്റി കുറവോ അതൊന്നും നമുക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ അളിയനായിരുന്നു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് കഥ ഭയങ്കര ആകട്ടെ, അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിന് ധൈര്യം തന്നത്. അവൻ എൻ്റെ വൈഫിൻ്റെ എനിക്ക് പറഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അവൻ അതൊക്കെ ചെയ്യൂടി, അവൻ്റെ മനസ്സിൽ സിനിമയുണ്ട്, അതൊക്കെ ചുമ്മാതെ അവൻ പിന്നെ അടിച്ചു വിടുമായിരുന്നു. പക്ഷേ ഇത് 10-12 വർഷം മുമ്പ് ഞാനും ഇവളും കൂടെ ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഈ ഞങ്ങളുടെ മോൻ ജനിച്ചു, പിന്നെ കൊറോണയായി, പിന്നെ ഇങ്ങനെ തള്ളിപ്പോയി. ഈ കഥാപാത്രങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കഥാപാത്രങ്ങൾ മൊത്തം നമ്മൾ ആനുകാലികമായിക്കൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. നമുക്ക് ആനുകാലിക കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സിനിമയിൽ. അത് ഒരിക്കലും ഒരു ആരെയും വേദനിപ്പിക്കുന്നതോ ആരെയും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ശൈലിയല്ല. അപ്പോൾ ആനുകാലിക കാര്യങ്ങൾക്കും അതിന് ഉത്തരങ്ങളും ഒക്കെ തേടി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഉർവശിക്ക് പറ്റിയ ആ വേഷം ഉണ്ടല്ലോ, ഇതൊക്കെ പറ്റിയ നമുക്ക് ഉർവശിയെ ഒന്ന് ജഗദമ്മയെ ഒന്ന് മോൾഡ് ചെയ്തെടുത്ത ഉർവശിയാക്കാം. അപ്പോൾ നമുക്ക് സമയലാഭം, ഒറ്റ വണ്ടി മതി. വന്നില്ലേ പിടിച്ചിറക്കിക്കൊണ്ട് പ്രൊഡക്ഷനൊക്കെ അത് പിന്നെ ഉണ്ടായതാണ്. നമ്മൾ ആലോചിച്ചപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ ഒരു ഹെൽപ്പും ആവും. അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. എത്ര സിനിമ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കരുതിയപ്പോൾ നമ്മൾ ഈ മോൾഡ് ചെയ്തെടുത്തു ജഗദമ്മയെ. അപ്പോൾ ഞങ്ങളിങ്ങനെ തമിഴിലൊക്കെ ചെയ്യണമെന്നൊക്കെ നേരത്തെ വിചാരിച്ചിരുന്ന കാര്യമാണ്. ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കക്ഷി, ഞങ്ങൾ ദുബായിലൊന്ന് പോയപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ അദ്ദേഹം ഞാൻ എൻ്റെ ഈ കഥയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടാ ഇത് നമുക്ക് മലയാളത്തിൽ തന്നെ എല്ലാവർക്കും കൂടെ ചെയ്യും. സലാം എന്നാണ് പേര്. അദ്ദേഹം അവിടെ ഫോസിൽ ഹോൾഡിംഗ് എന്ന് പറയുന്ന അതിൻ്റെ പിന്നെ MD ആണ്. ശരി ചേച്ചി എല്ലാവരും നമുക്ക് അങ്ങ് തുടങ്ങും. പിന്നെ നമ്മളങ്ങ് ഒന്നും ആലോചിച്ചില്ല അല്ലേ, അങ്ങ് തുടങ്ങി. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ 2-ാം തീയതി റിലീസിന് എത്തുകയാണ്. ഓക്കെ, ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ചേച്ചിയുടെ എല്ലാ ക്യാരക്ടേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഇമോഷണൽ ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മളെ കരയിപ്പിക്കും. പിന്നെ അങ്ങ് വന്ന് വേറൊരു സൂപ്പർ കോമഡി കഥാപാത്രം നമ്മളെ കുട്ടിച്ചിരിപ്പിക്കും. ജഗദമ്മയുടെ ട്രെയിലർ കണ്ടിട്ടേ ചിരിയാണ്. കാരണം ആദ്യത്തെ ഷോട്ടിലെ നവരസങ്ങൾ മുഴുവൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സ്വിച്ച് എങ്ങനെയാണ് നടത്തുന്നത്? ഒപ്പം തന്നെ എങ്ങനെയുണ്ട് ജഗദമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ? ജഗദമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്കൂട്ടത്തിൽ നിന്ന് വലിയൊരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീ.
കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട് ജഗദമ്മയ്ക്ക് ചുറ്റും. പക്ഷെ ജഗദമ്മ എന്നും ഒറ്റയ്ക്കാണ്. എന്ത് വന്നാലും അതിനെ നേരിടുന്ന തരത്തിലുള്ളൊരു ഉറച്ച മനസ്സോടുകൂടി ചെറുപ്പം മുതലേ അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ ഒന്നുകൊണ്ടും അവരെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തളർത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരെ തോൽപ്പിക്കുന്നതിൻ്റെയും അവരെ കുറച്ചൊന്ന് തല താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന പല സംഗതികളും ചുറ്റിനും ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ പൊരുതി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ജഗദമ്മയെ മനസ്സിലാവും. ജഗദമ്മയെ നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. നമ്മളിൽ ഒരാളായിട്ട് നമുക്ക് ചുറ്റും നിൽക്കുന്ന എവിടേക്കോ ഉള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഈ സിനിമ ഏറ്റവും കണക്ട് ആവുന്നത് എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതിയെ ലീഡ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഈ തൊഴിലുറപ്പ് പദ്ധതിയും സ്ത്രീശക്തിയും ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഇതിൻ്റെ വാല്യൂ നമ്മൾ പലപ്പോഴും സ്ത്രീശക്തി അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഈ കോമഡിവൽക്കരിക്കുക വരെ ചെയ്യാറുണ്ട്. ഈ തൊഴിലിരിപ്പ് പദ്ധതി എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ഞാനിതിൻ്റെ വളരെ പോസിറ്റീവ് അവസ്ഥ കണ്ടവനാണ്. കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മളുടെ ഏകദേശം നമ്മുടെ നാട്ടിൻപുറത്തെ 60-70% സ്ത്രീകളും വീട്ടമ്മമാരാണ്. ഇവരൊക്കെ ആഹാരം ഉണ്ടാക്കുക, മക്കളെ സ്കൂളിൽ അയക്കുക, ഇഷ്ടംപോലെ സമയമാണ്. പിന്നെ അവർ ഇരുന്ന് ടി വി കാണുക, വൈകിട്ട് ഭർത്താവ് വരും. ഇങ്ങനെ ഒരു റൊട്ടീൻ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പല കഴിവുകളുണ്ട്, പാട്ടുപാടാൻ കഴിവ്. ഇവർക്കൊരു കൂട്ടായ്മയുണ്ടായി. ഇത് ഉണ്ടാക്കി വലിയ സംഭവമായത്. ഈ കൂട്ടായ്മയിലൂടെ ഞാൻ ഒളിച്ചു നിന്ന് കണ്ടുകൊണ്ട് ഇവർ പാട്ട് പാടുന്നു, ഇങ്ങനെ എല്ലാവരോടും ഒന്ന് ഒരു കൈയടിക്കുന്നു, അവരുടെ പിന്നെ ഈ ജോലി ചെയ്യുന്നു, പിന്നെ ഈ ചിട്ടി കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യുന്നു. ചിട്ടി അറിയാമോ? ഈ പിന്നെ ചീട്ട് എന്ന് പറയും. ഇതൊക്കെ ഉണ്ടാക്കുന്നു. ഇവർ ഹാപ്പിയാണ്. അതേപോലെ എനിക്കറിയാവുന്ന പല നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഈ പല പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ പറയും ശ്രദ്ധിച്ചില്ല, ഈ ഒന്നുമില്ലെന്ന്. ഇവർക്കുള്ള മരുന്ന് കുറഞ്ഞു. പിന്നെ വലിയ സംഭവമായിട്ട് വീട്ടിൽ ഭർത്താവുമായിട്ടോ അമ്മായിയമ്മയായിട്ടോ ഒന്നും ഒരു വഴക്കില്ല, ടൈമില്ല. വൈകിട്ട് വന്നാൽ മറ്റേ നാളത്തെ പണിയെക്കുറിച്ച് ഫോൺ ചെയ്തി, അത് മറ്റേതെങ്ങനെ പിന്നെ ചെങ്ങനെ കണ്ട് കണക്കെടുത്ത്, അതായത് ഈ സമയമില്ലാത്ത അപ്പോൾ രാവിലെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന രാവിലെ പിന്നെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതിയാ വന്നാൽ മതി. 9 മണിക്കെങ്ങാണ്ട് വന്നാൽ മതി തോന്നുന്നു. 3 മണിക്കെങ്ങാണ്ട് പോകും. അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കും. പിള്ളേർക്ക് 3 മണി വരുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഒരു പഞ്ചായത്തിൽ നമ്മുടെ എന്തൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട്. എന്റെ അമ്മ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ അമ്മയെ കാണാൻ വരുന്ന ഒരുപാട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ കണക്ക് നോക്കുന്ന അവർക്കൊരു എനിക്ക് തോന്നുന്നു എല്ലാ വാർഡുകളിലും ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് ജോലി. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ കാണുന്നതാ. അപ്പൊ അവരിൽ പലരെയും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് സത്യം. പഞ്ചായത്തിൻ്റെതായിട്ടുള്ള എല്ലാമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം വരും, ഇതെല്ലാം മറക്കും എല്ലാവരും. എൻ്റെ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ കുറേ കാലം കഴിഞ്ഞ് ചെന്നൈയിലാണ്. നമ്മളൊക്കെ ഉള്ള സമയത്ത് കൊല്ലം ഗോഗോവിളിയൊക്കെ നടക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസം ഉണ്ടാവും, നമ്മുടെ അവിടുത്തെ ഒരു പള്ളിയിലെ കാര്യം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ കാര്യം, ഈ കാര്യം, പിന്നെ അല്ലെങ്കിൽ ഒരു കല്യാണം കാണി ഈ വിഷയങ്ങളൊക്കെ അങ്ങ് തീർന്നു പോകും. എല്ലാവരും കൂടെ കൂടി ഇതായി പോകാൻ. അപ്പോൾ എല്ലാം ഉണ്ടത് അതിനകത്ത്. എവിടെയൊക്കെ നമുക്ക് എല്ലാം വിളമ്പാനും അതിനും ഇതിനുമൊക്കെ നിൽക്കില്ല. പിന്നെ ഈ കുടുംബശ്രീയുടെ ഈ പൊതിച്ചോറുകളൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനമായി. ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറയുകയാണ്, നല്ല രുചികരമായ ഭക്ഷണങ്ങൾ വീട്ടമ്മമാരുണ്ടാക്കി തരുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആവും. എന്നാ നോക്കുന്നത്. ഞാനവിടെ ചെന്ന ഷൂട്ടിങ് ഇന്ന് വന്നപ്പോൾ അവിടുന്ന് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചിന് എനിക്ക് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചോട്ടെ. എൻ്റെ നാത്തൂൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും. അത് ഈ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും സ്ത്രീകളുടെ ആണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അല്ല, പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അല്ലെ കൂലിവേലയ്ക്കൊന്നും ഇതൊരു വലിയ ഇതിലേറ്റവും കാര്യം നമ്മളുടെ മനോവ്യാപാരം മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കളിക്കാൻ പോവുക, ഇതൊരു ആഘോഷ കമ്പനി, ഇതൊരു പ്രസ്റ്റീജ് ജോലിയായിട്ട് മാറി. എല്ലാവർക്കും ഒരേ വേതനമാണ്, തുല്യതയാണ്. അപ്പൊ ഒരു വലിയൊരു മെസ്സേജ് ആണ്. ഒപ്പം തന്നെ അതിന്റെ പോസ്റ്ററിൽ തന്നെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് വെച്ച്. അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു 7ാം ക്ലാസ്സിലെ ജഗദമ്മ ഇപ്പോൾ ഇരിക്കുന്ന ഉർവശിയിലെ ജഗദമ്മ ഉണ്ടല്ലോ, നിങ്ങൾ അവസാനം കണ്ട ഫോട്ടോയിലേക്ക് ജഗദമ്മയുടെ യാത്ര, അത്
അത് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. പിന്നെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. പിന്നെ 2, ആ ഒരു ലക്ഷ്യബോധത്തോടുള്ള ആ ഒരു പ്രവർത്തനത്തിനകത്ത് ഒരു മ്യൂസിക് പോലും നിങ്ങൾക്ക് ദുഃഖം ഇല്ല. അങ്ങനെ അത് കഷ്ടപ്പാടല്ല. എനിക്കിന്ന വിൽ പവർ കാണിക്കുന്ന ഞാൻ എൻ്റെ മ്യൂസീഷ്യൻ്റെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഇത് ആരെയും കരയിപ്പിക്കരുത്. കാരണം വീട്ടിൽ തന്നെ ആവശ്യത്തിന് കരയാൻ ആവശ്യമുണ്ട്. പിന്നെ ഇതും കൂടെ തിയേറ്ററിൽ പോയി കരയിപ്പിക്കണ്ട. ഇഷ്ടം പല വിഷയങ്ങളുണ്ട്. ഈ മ്യൂസിക്കിൽ പോലും ആ ഒരു ജഗദമ്മയുടെ സ്ട്രെങ്ത്, ആ ഒരു അർപ്പണബോധം അത് കാണിക്കുന്ന രീതിയിലാണ് ഞാൻ പടം കൊണ്ടുവന്നത്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഉള്ളൊഴുക്കിന് ശേഷമുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ ചേഞ്ചാണ്, വലിയൊരു ഷിഫ്റ്റാണ്. തീർച്ചയായിട്ടും. കാരണം ആ സിനിമ ഒരുപാട് പേരെ എൻ്റെ പ്രേക്ഷകരെ ഒരുപാട് കരയിച്ച സിനിമയായിരുന്നു. എല്ലാവരും പറഞ്ഞു, അയ്യോ ചേച്ചി ഇത്രയും കരഞ്ഞ് ഒരു സിനിമയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഭയങ്കര സങ്കടമായി എന്ന് എല്ലാവരും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ, എല്ലാവരും സ്വീകരിച്ചു. ഉള്ളൊഴുക്ക് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ തോണിയിലിരുന്ന് പോകുന്ന ആ ഒരു ഫേസ് അത്രത്തോളം രജിസ്റ്റേർഡ് ആണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളിൽ. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ജഗദമ്മ എന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ട്രെയിലറിലെ ഫസ്റ്റത്തെ ആ ഒരു സീനാണ്. ചേച്ചി മറ്റേ ഒരു മരം പിടിച്ചിട്ട് പോസ് ചെയ്യാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പൊ നമുക്കത് റിലേറ്റ് ചെയ്യാം. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ എല്ലാ ബോർഡുകളിലും ഒരേ ഫോട്ടോകളാണ്. ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സെയിം ഫോട്ടോസ് ആണ് എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവുക. അപ്പൊ ഒരു നാട്ടിൻപുറത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു നിഷ്കളങ്കത നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടെന്നതാണ്. കാരണം ആദ്യമായിട്ട് ഈ പോസ് ചെയ്യുമ്പോൾ അതിന്റെ ചന്തമൊന്നും ഇവർക്ക് അറിയത്തില്ല. ടെൻഷനും ഉണ്ട്. കണ്ടായിരുന്നു, അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടായിരുന്നു. ഞങ്ങൾ വളരെ പാടുപെട്ടു നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന് അത് കിട്ടാൻ. കാരണം അത് നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് വേറെ നമ്മുടെ സ്റ്റില്ലൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ് ഇത് വരുമ്പം പിടിച്ചോണേ എന്ന് പറഞ്ഞു. എത്രയോ ഫോട്ടോ ഇവർക്കുള്ള ക്യാമറയ്ക്ക് കിടക്കിടക്കിടക്കിടക്കിടന്ന് അടിക്കാമല്ലോ, എത്രയോ ഫോട്ടോയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയത്. ഓക്കെ, ഈ ഹസ്ബൻഡാണ് ഒരു സൈഡിലുള്ളത്, കട്ടും ആക്ഷനും ഒക്കെ പുള്ളിയാ പറയുന്നത്. എങ്ങനെയാണ് അത്? എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? എളുപ്പം തന്നെയാണ്. കാരണം എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് കുറേ ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ലാതെ, കാരണം കുറേ നാളുകൊണ്ടേ ഈ പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയില്ലേ. അതുകൊണ്ട് സ്ക്രിപ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ജോലികളിലേക്കൊക്കെ അങ്ങ് പോയി. പക്ഷേ ആവറേജ് ആയിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. പിന്നെ നമ്മളത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. വേറൊന്നും നമുക്കൊരു എന്നല്ല, അവരവർക്ക് ആവശ്യമുള്ളത് കാര്യങ്ങളെക്കുറിച്ച് പറയും. പിന്നെ നമ്മളത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഏകാഭിപ്രായമായിട്ട് വരും. ചേച്ചി എങ്ങനെയാണ് ആക്ട്രസ് സെറ്റിലൊക്കെ എങ്ങനെയാണ്? അത് മൊത്തത്തിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ആക്ട്രസ് എൻ്റെ പടത്തിനകത്ത്, എൻ്റെ പടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ പെണ്ണുമ്പിള്ള എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാമോ? എനിക്ക് സമയലാഭമുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നേം വരുന്നേ. അങ്ങ് ഇങ്ങനെ ഇത് ഒരു നല്ല ഫോർമുല എഴുതി വെച്ചോണം. ഭാര്യ നടിയോ അല്ലെ ഭർത്താവ് നടിയോ ഒരാൾ ഡയറക്റ്റ് ആകുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാം. ഇപ്പം ഡിസ്കഷൻ വൈകിട്ട് ഇടേ നാളെ നിന്റെ ഷോട്ട് ഇതാ, നമുക്കിത് പിടിക്കാം എന്ന് പറയുമ്പോൾ എത്ര സമയം ലാഭിക്കുന്ന പ്രൊഡ്യൂസർക്ക് ലാഭമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല പ്രൊഡ്യൂസർമാർ ഇങ്ങനെ പടം തരണം, സമയം ലാഭിച്ചു കൊടുക്കും ഞങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂസിന്റെ താഴെ ഞാൻ കുറച്ചധികം എടുത്ത് നോക്കിയപ്പോ എല്ലാവരും എന്താണ് ചക്കിക്കൊത്തൊരു ചങ്കരൻ, അല്ലെങ്കിൽ നല്ല ഭയങ്കര പെർഫെക്റ്റ് ആയ കപ്പിൾസ് ആണ്. ചേച്ചി കുറച്ച് കുസൃതിയുള്ള ഒരാളാണെന്നാണ്, ഈ ഭയങ്കര ഒരു വികൃതി സ്വഭാവമാണ് ചേച്ചി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചേച്ചി അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ ഭയങ്കര വൈബ്രന്റ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ എങ്ങനെയാണത്? ഇത് തന്നെയാണ് ബയോളജിയും ഒക്കെ തന്നെ കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ കുട്ടിയുടെ ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോദ്യവും ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം, ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള മറുപടി, ഞങ്ങൾ അഭിനയിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവള് തന്നെ എന്നോട് പറയും, നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ലാംഗ്വേജ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മൾ ചില വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ അർത്ഥമൊക്കെ കൊണ്ടാണ്, അതിന് വേണ്ടി ഒരു വിഭാഗം ഇരിപ്പുണ്ട്, വേറെ പണിയൊന്നുമില്ല. ഇവൻ പറയുന്ന വാക്കിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഇത് ഉപമ വെച്ച് നോക്കിയാൽ ഉൾപ്രേക്ഷയായി വരും എന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടുകൊടുക്കും. പിന്നെ നമ്മളെ കാര്യം ഗോവിന്ദ. അപ്പോൾ അത് ഇവള് പറയും, എപ്പോഴും എൻ്റെ പറയും, ഏത് ഇൻ്റർവ്യൂ കഴിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു വരും. നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ പറഞ്ഞ കുറഞ്ഞ വാക്കുകളൊക്കെ ഇതിപ്പോൾ ഇവിടെ കട്ടിക്കായി ഇല്ലേ? അല്ല അതെ, അത് പക്ഷെ മനസ്സിലാവും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എത്രമാത്രം കഥയുണ്ടെന്നുള്ളത്. അത് എൻ്റെ ഏകദേശം നമ്മൾ വേറെ ആരെയും സ്പെസിഫിക് ആയിട്ട് ഒരാളിൻ്റെ പേരെടുത്തല്ലല്ലോ പറയുന്ന പല.
അപ്പോഴല്ലേ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിയേക്കാൾ മുൻപേ സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ശിവാസേട്ടൻ അല്ലേ? അത് കേട്ടായിരുന്നല്ലേ? എന്താ ഒരു പിന്നെ ഒരു സംശയം ഇല്ല വീണ്ടും ചോദിച്ചത്? അല്ല, ഞാനത് ബാക്കി കൂടി പറയാനുണ്ട് എനിക്ക്. അപ്പൊ ഉർവശി ചേച്ചി എന്ന് പറയുന്ന നടിയെ ആദ്യം നോട്ടീസ് ചെയ്തപ്പോഴാണ്? നോട്ടീസിലാ ഞാൻ പോവാ. പോസ്റ്ററിലാണ് ഞാൻ ആദ്യം കണ്ടത്. സത്യം. ശരിക്കും? യെസ്, ഞാൻ ആദ്യം ഉർവശിയെ കണ്ടത് ഉർവശിയുടെ സിനിമയുടെ പോസ്റ്റർ എൻ്റെ കൂട്ടുകാരൻ വിനോദിൻ്റെ ചേട്ടൻ ബാബുവണ്ണൻ അദ്ദേഹത്തിൻ്റെ കടയിൽ ചണച്ചാക്കിൽ ഒട്ടിക്കുന്നത് കണ്ടാണ് ഉർവശിയെ ഞാൻ ആദ്യം കാണുന്നത്. അതായത് നോട്ടീസിലാണ് ആദ്യം കാണുന്നത്. പിന്നെ അതിൻ്റെ ആ സിനിമയുടെ നോട്ടീസുകൾ വന്നു, മനസ്സിലല്ലേ? മുന്താണി മുടിച്ചെന്നുള്ള പടം. അതൊന്നും നമുക്കൊരു പിന്നെ ഇതല്ല. ഇന്നത്തെ പോലെ തമിഴ് സിനിമകൾ എന്ന് പറഞ്ഞാൽ അപൂർവ സിനിമകൾ നന്നായിട്ട് പോടി. എങ്കിലും തമിഴ് സിനിമകൾ എല്ലാ പ്രദേശങ്ങളിലും ഇന്നത്തെ അത്രയും ക്രേസ് ഇല്ലല്ലോ. പിന്നെ നമ്മുടെ സിനിമ തോട്ടും ചിന്തയൊക്കെ എന്ന് വെച്ചാൽ അറിയാമല്ലോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നല്ല ആക്ഷൻ പടം കാണണം, എന്നിട്ട് ഉറക്കത്തിൽ കട്ടിലെ ഒന്നിടന്ന് ഇരിക്കണം. ഇതൊക്കെ ഇത് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വലിയ കഥ ഉള്ളതൊന്നും പടം നമ്മൾ കാണും. നമ്മൾ സിനിമ കണ്ടാൽ ഞാൻ എല്ലാവർക്കും പറയും, അദ്ദേഹത്തിൻ്റെ മകനൊരു ഇപ്പോഴാണ് അറിയുന്നത്, നാരായണ സാറിൻ്റെ നുള്ളു കൊണ്ടിരിക്കും ഞാൻ. അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും ഞാൻ സിനിമയെ. 50 പൈസയും കൊടുക്കും നമ്മൾ സിനിമ കൊണ്ട് കാണിക്കും. അറിയാം, സ്കൂളിൽ എല്ലാ കുട്ടികളെയും കൊണ്ട് കാണിക്കും. നാരായണ സാറാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ സിനിമ എനിക്ക് ഡെയിലി ചോദ്യവും സിനിമയായാലും എന്നും സംശയമാണ്. സാറാണെങ്കിൽ ഒന്നുള്ള സാറിന് ഇതിൻ്റെ മറുപടി ഇത് സയൻറ്റിഫിക്കായിട്ട് ഇത് കിട്ടത്തില്ല. കാഞ്ചന സീത കണ്ടിട്ട് സാറേ ഞാൻ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ. എന്നെ വലിയ ഇഷ്ടമാണ് സാറിന്. സാറേ, കാഞ്ചന സീത എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ ശ്രീരാമനെയും സീതയൊക്കെ കൊണ്ടേക്കും, നല്ല വേഷവും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ട്രൈബൽ കിങ് എന്നാണ് എവിടെ എഴുതിയിട്ടുണ്ട്. അത് വെച്ചാണ് ആ പടം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയോ ചുട്ടി തോർന്ന് കൊടുത്ത ഇങ്ങനെ കമ്പ് വളച്ചുള്ള ഇതുമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു, വല്ല കാര്യമുണ്ടോ സാറേ ഇങ്ങനെ ശ്രീരാമനെ സീതയൊക്കെ ഇവിടെ അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞു, എന്തിന് ഞങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ട ആവശ്യം വല്ലതുണ്ട്? ഉള്ള കേട്ടോ, നല്ല ക്ലാസിക് സിനിമയാണ്. ക്ലാസിക്സ്. പിന്നാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. സിനിമയെക്കുറിച്ചാലും എല്ലാം നമ്മളുടെ എല്ലാ സംശയങ്ങളാണ് നമുക്ക്. ഇന്നും സിനിമകളെ ഒരുപാട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. സിനിമ പാഷനാണ്, സിനിമ ഭ്രാന്താണ്. പിന്നെ ഒന്നിച്ച് പോയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കമൻസ് പറയുക, ഓ നീ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ അത് നിന്നെ പറ്റിക്കുകയാണെന്നുള്ളത്. കഴിഞ്ഞ സംസാരിച്ചപ്പോൾ നിനക്ക് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ നായിക പറയത്തില്ല എന്നെ ഇങ്ങനെ ചതിച്ചോന്ന് ചോദിക്കും. പിന്നെ ഇതുവരെ മനസ്സിലായില്ലോ ഒക്കെ ചതിക്കുന്നു. ഉറക്കെ കമന്റ്സ് പറയും. ഉറക്കെ പറയുമ്പോൾ ചിലർക്ക് ഇറിറ്റേറ്റ് ആവും. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും കമന്റ് പറയുമ്പോൾ നിൽക്കിയത് കാണട്ടെ, അവർ പറയുന്ന കേൾക്കട്ടെ. പിന്നെ ഇപ്പോൾ നിന്നെ ഇന്നത്തെ ദിവസം പിന്നെ പണ്ട് ഞാൻ അച്ഛൻ TV കാണുമ്പോൾ ശ്രീരാമൻ ജയിക്കട്ടെ, പിന്നെ ശ്രീരാമൻ പരീക്ഷ എഴുതിട്ടിരിക്കുമല്ലോ ശ്രീരാമൻ ജയിക്കാൻ, ഇങ്ങനെ പറയുന്ന. ഇനി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കമന്റ് പറയും. കൂട്ടുകാർ ഒരുമിച്ചല്ലേ പോകുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിലിരുന്ന് കമന്റ് പറയാൻ വലിയ ഇഷ്ടം. തിയേറ്ററിലൊക്കെ ഉള്ള അനുഭവങ്ങൾ നല്ല രസമാണ്. നമ്മളിത് എവിടെയുണ്ട് കോമഡി എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല, യഥാർത്ഥത്തിലെ പ്രേക്ഷകർ അങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർ TV സീരിയൽ കാണുമ്പം ഷോ കഷ്ടമായപ്പോൾ ഓട്ടോയിൽ വിളിച്ചോണ്ട് പോകുന്നു. ഇപ്പം ഈ പെണ്ണ് വിശ്വസിച്ച് പോവാനേ പാടില്ല. അവൻ ഫോണിൽ സംസാരിച്ചത് യഥാർത്ഥ പ്രേക്ഷകർ പറഞ്ഞില്ലേ. എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരായിട്ടേ പോകും. കണ്ണത്ത് നടുക്കിരിക്കും ഞാൻ. അപ്പോൾ ആരും അടിക്കരുതല്ലോ, ഈ കമൻ്റ് അങ്ങ് വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു 3-4-5-6 പേരുണ്ട് ഇവിടെ ഇരിക്കുന്നു. ഒരു 2-3 സ്ത്രീകളും നല്ല മീശയുള്ള ഒരാളും ഇങ്ങനെ വരുന്നു. എന്നിട്ട് ചെറുക്കുമ്പോൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. കാരണം ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയായി കളയും. ഈ രീതി ഇരിക്കുന്നു. ഞങ്ങൾ ഈ സിനിമയിലൊന്നും അറിയുന്നില്ല. ഇദ്ദേഹം കൂടെ ഇങ്ങനെയൊക്കെ നോക്കും. വല്ല കാലമോ എങ്ങനെ കുട്ടികളോ വല്ലതും ശല്യപ്പെടുന്നു. ഞാനിപ്പുറത്തിരിക്കുവാന്ന് ഇങ്ങനെ മീശ കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി അതൊക്കെ ഒന്ന് നോക്കും. പഠിപ്പിക്കുന്നതാ. നമ്മൾ ഇങ്ങനെ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ പടം ആകാശദൂത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മീശയൊക്കെ കൂടെ ഒന്ന് പിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ. നോക്കിയപ്പോൾ നമ്മുടെ പാലരുവി വെള്ളച്ചട്ടം പോലെ ഇങ്ങനെ കണ്ണീര് ഇങ്ങനെ വരുന്നതെല്ലാം നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെയൊക്കെ അങ്ങ് വരുന്നു കണ്ണീര്. മീശയെ തട്ടി മനസ്സുകൊണ്ട്
ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം മീശ വളർത്തുന്നത്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് പറഞ്ഞു, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പെൺകുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്, ആരെങ്കിലും പേടിക്കുന്നേ പേടിച്ചോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടില്ല, ഇനി വളമൊന്നും വിടണ്ടല്ലോ, ഇത് ഇനി വെട്ടാതിരുന്നാൽ മതി. ഈ ജഗദമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നോ? അതെന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല, പഞ്ചായത്തുകളെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഒരു സിറ്റി ലൈഫ് ജീവിച്ച ഒരാളാണ്. അതും പ്രത്യേകിച്ച് ചെന്നൈയിൽ. അപ്പം അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഞാൻ മിക്കവാറും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലാണെന്നും ബാല്യം. അപ്പോൾ ഒരു 10 വയസ്സ് മുതൽ ചെന്നൈ. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സമ്പ്രദായത്തിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. അവിടെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ നാട്ടാമൈ, ഈ ഗ്രാമത്തലവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. നമ്മൾ സിനിമ വഴി വർക്ക് ചെയ്തിട്ടുള്ളതും അത്തരം ഇതാണ്. എന്ന് വെച്ചാൽ മുന്താനെ മുടിച്ച് പോലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ, ആൽമരത്തിൻ്റെ ചോട്ടിൽ എല്ലാവരെയും, അങ്ങനെയാണ് എൻ്റെ ആ പടത്തിലെ പ്രധാനപ്പെട്ട സീൻ പോലും. ഒരു പ്രശ്നം വരുമ്പം ആ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടി ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കുടുംബത്തിലൊരാൾ കാണും, പാരമ്പര്യമായിട്ട് അവർ തന്നെയായിരിക്കും പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലും തൊഴിലുറപ്പിനെ കുറിച്ചും പഞ്ചായത്തിനെ കുറിച്ചൊക്കെ കുറേശ്ശെ അറിയാൻ തുടങ്ങിയത്. ഈ സിനിമയുടെ ഡിസ്കഷനും കാര്യങ്ങളും വന്നപ്പോൾ കുറേ കൂടെ മനസ്സിലാക്കാൻ പറ്റി. അതുവരെ എനിക്ക് അത്രയ്ക്ക് പിടിയില്ലാത്തൊരു കാര്യം അത്രയേ ഉള്ളൂ. അല്ലാതെ ക്യാരക്ടർ വൈസ് നമുക്കറിയാം, ഇത് കുറേ ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിലുള്ളൊരു ജഗദമ്മയെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തപ്പം അതിനൊരു പ്രത്യേക രീതി സ്വഭാവമൊക്കെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ക്യാരക്ടറാണ് ജഗദമ്മ. ഒപ്പം തന്നെ ഒരു പലിശക്കാരി കൂടിയാണ് ഈ ജഗദമ്മ എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നായിരുന്നോ? അല്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നായിരുന്നു. വായിച്ചതാ ഞാൻ. മുതൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ട്രെയിലർ അല്ല, ഞാനങ്ങനെ ചോദിച്ചാ, എന്റെ ചോദ്യം അതാണ്, ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നായിരുന്നു. ഭാഗ്യം ഉണ്ടായില്ല. അല്ല, അതുമെല്ലാം ഉണ്ട്. അത് തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ, ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മുടെ പടത്തിൽ ഇല്ലല്ലോ, കലാകാരന്മാർ മാത്രമേ ഉള്ളൂ. ആ വാക്ക് അന്ന് ആ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കറക്റ്റ്. അങ്ങനെ അല്ല, ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് അന്തമിട്ടവൻ എന്തും ചെയ്യും, ആ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾ കൊണ്ടും ജീവിക്കാൻ തത്രപ്പാടുപെടുന്ന ഒരു സ്ത്രീ. അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏത് റേഞ്ച് വരെയും പോകും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ സകുടുംബം ശ്യാമള എന്ന് പറയുന്ന സിനിമയിലും ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ, പക്ഷെ ഇത് പൊളിറ്റിക്കൽ ഉള്ള സംഗതി അല്ല. സകുടുംബ ശ്യാമള എന്ന് പറയുന്നത് ചേട്ടനെ ജയിക്കാൻ വേണ്ടി, സഹോദരന് മുമ്പിൽ ജയിച്ച് നിൽക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണ് മനഃപൂർവ്വം. കളക്ടറെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അതല്ല. ഇതിനകത്തും അങ്ങനെയല്ല. ഒരു ഭർത്താവിൻ്റെ നിഴലിൽ ജീവിക്കുന്ന 10ാം ക്ലാസ് ആയപ്പം ഒളിച്ചോടിപ്പോയ, അധ്യാപകനോട് ഒളിച്ചോടിപ്പോയ ഒരു പെൺകുട്ടിയാണ് സകുടുംബ ശ്യാമള. മകനുണ്ട്, ഭർത്താവുണ്ട്, ഒരു ബലത്തിന് അവരും കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. ഓക്കെ, എന്താണ് ജഗദമ്മയെ കുറിച്ചിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം ആസ് എ ഡയറക്ടർ? ജഗദമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടെ നമ്മൾക്ക് പറയാനുള്ള, ജഗദമ്മയിലൂടെ എന്ന് വേണേൽ പറയാം, നമ്മൾ ഒരു എളിയ സിനിമ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അവർ വിലയിരുത്തട്ടെ, അവർ വിലയിരുത്തി അഭിപ്രായം പറയട്ടെ. ഈ കളത്തിൽ ഞാൻ നിൽക്കണോ വേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലേ? പിന്നെ നിങ്ങളെ പോലുള്ള അവരൊക്കെ ഇല്ലേ നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും മീഡിയ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവാണ്. കാരണം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണം എഴുത്ത് കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾക്ക്, അറിയിപ്പ്. ബാക്കിയൊക്കെ എല്ലാവരും ചെയ്തോളും. നമ്മൾ കല്യാണം ഉണ്ടെങ്കിൽ വിളിക്കണ്ടേ, ആ വിളിക്കുന്ന ജോലിയാണ്, ക്ഷണക്കത്ത് കൊടുക്കുന്ന ജോലി, അതാണ് നിങ്ങളുടെ ജോലി. അത് ഉത്തരവാദിത്വമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമാ ലോകം ഒരുപാട് വലിയ ലെവലിലേക്ക് വരും. നമ്മൾ പ്രതീക്ഷയുടെ, സിനിമയിലായാലും എല്ലാം ജീവിതം എല്ലാം പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണല്ലേ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് വന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ജീവിക്കും എന്നുള്ളത്. സിനിമാ രംഗവും വലിയ രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെയും ജനങ്ങളുടെയും കലാകാരന്മാരുടെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ട് വലിയ ലെവലിലേക്ക് സിനിമ വരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് ജഗദമ്മ എന്ന് പറയുന്ന സിനിമ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ സിനിമയിലെ മറ്റ് ആക്ടേഴ്സ്, ഇപ്പോൾ കലേഷ് ആണെങ്കിലും എല്ലാവരിലും നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഒരു മുഖമുണ്ട്, ചിരിച്ചുകൊണ്ടുള്ള, വളരെ എന്താ പറയുക, ഓടിച്ചാടി നടക്കുന്ന ഒരുപാട് പേർ. ഇങ്ങനെയാണ് മറ്റു കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ടവരായിരിക്കുകയാണ്,
എനിക്ക് തോന്നുന്നു അൻവർ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവരും അൻവർ ത്രൂ ഔട്ട് ജഗദമ്മയുടെ കൂടെ ഉണ്ട്. നമ്മളൊക്കെ പിന്നെ എന്ന് പറഞ്ഞില്ലേ എന്തായാലും പറയുന്നത് കൂടെ നടക്കുന്ന എന്ന് വെച്ചാൽ വിളിപ്പുറത്തുള്ള ആളാണ് അൻവർ. പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടുണ്ട്, പിന്നെ VK ബൈജു ഉണ്ട്, മുൻഷി ബൈജു ഉണ്ട്, പിന്നെ ശൈലജ അമ്പു, രശ്മി അനിൽ, പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ അങ്ങനെയാണല്ലോ. ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് ഫുൾ ഫിലിം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മള്. അതിന്റെ ആ ഒരു എളിമയും അതും ഒക്കെ ചേർത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറൊക്കെ ഒരു ഇതുവരെ അങ്ങനെ വേഷം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേപോലൊരു വേഷം സാറിൻ്റെ കൂടെ എന്താ പേര് നമ്മൾ കിളിമാനൂരുള്ള പയ്യൻ, അവരൊക്കെ ത്രൂ ഔട്ട് എല്ലാവരും എല്ലായിടത്തും ഉണ്ട്. എങ്കിലേ പഞ്ചായത്താവൂ. അല്ലാതെ നമ്മളിങ്ങനെ വിജനമായ പഞ്ചായത്തിലെ ഒരിക്കലും ഒരു കാര്യം പറയാം, ഞാൻ പഞ്ചായത്തിലെ ഒരു കാര്യം കാണിച്ചിട്ടില്ല. എന്തായിരിക്കും എന്ന് പറയാം? ബന്ദ്, ഹർത്താലില്ല. അത് മാത്രം, അത് വേണ്ടാത്തതാണ്, വേണ്ടാത്തതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. ബാക്കി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി സിനിമയാവട്ടെ. എന്തായാലും തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ പോയി കാണാൻ കണ്ടേ പറ്റൂ. ഞങ്ങൾ തിരക്കും. ഞാൻ ആ ബി കണ്ടുപിടിക്കാനെങ്കിലും എന്തായാലും എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം. സിനിമ ഇഷ്ടപ്പെട്ടാലും അറിയിക്കണം. എന്തായാലും അഭിപ്രായങ്ങൾ നിങ്ങളുടെ മീഡിയ വഴി അറിയിക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.